കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് അവകാശപ്പെട്ട പ്രശാന്തനെതിരെ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നവീൻ ബാബുവിനെതിരായ ചില പരാതികൾ ഉയർന്നുവെന്ന് CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ വാദവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ പൊളിയുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ചേരുന്നു. അനഘ, വിവരങ്ങൾ. ദുർഗ, ഈ കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങി, അതായത് പെട്രോൾ പമ്പിന്റെ NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകിയെന്നുമാണ് ഈ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള പ്രശാന്തൻ അന്ന് നവീൻ ബാബു ഭരിച്ച ഒക്ടോബർ 15-ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വാദം പൊളിയുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന പോലീസിനോട് നൽകിയ ചോദ്യത്തിന് അങ്ങനെ ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഔദ്യോഗിക കത്തിലുള്ള മറുപടി. അതായത് ഈ പ്രശാന്തൻ അന്ന് ഈ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത ദിവസം ഒക്ടോബർ 15-ന് ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യാജമായിരുന്നു എന്ന് തെളിയുകയാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ട അന്ന് ഉയർത്തിയ ഈ ഒരു വ്യാജ പരാതി, ഈ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർത്തിയിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പരാതി അടക്കം ഉള്ള ഒരു കാര്യം, ഈ പരാതി അടക്കം ബോധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കത്ത് നൽകിയിട്ടുണ്ട് എന്നുകൂടി പ്രശാന്തൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകനായ ജെയ്സൺ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നിരിക്കുന്ന പരാതി, ഈ വ്യാജ പരാതിക്കുമേൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ നൽകിയിരിക്കുന്നത് ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ജയ്സിംഗ് ആണ്. ഈ ജയ്സിംഗിനാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു കത്ത്, ഈ വ്യാജ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് CPM കേന്ദ്രത്തിൽ നിന്നാണ് എന്നൊരു ആരോപണം അന്ന് മുതൽ തന്നെ ശക്തമായി ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഈ കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ പരാതിയോ മറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ജെയ്സൺ തന്നെ ഈ കളക്ടറോടും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അടക്കമുള്ളവർക്കും ഒക്കെ തന്നെ ഒരു വിവരാവകാശം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരാവകാശ രേഖയിലൊക്കെ തന്നെ ഈ ജോലിയിലിരിക്കുന്ന ആ നെടുനീള കാലയളവിൽ ഒന്നിൽ പോലും ഈ നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്ന വിവരാവകാശ രേഖയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഈ CPM നേതൃത്വം അടക്കം ഉയർത്തിക്കാണിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വ്യാജമായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷ്.